ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഏപ്രിൽ മാസത്തിലെ PSC എക്സാംസിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ഡേയ്സ് ഏതൊക്കെയാണെന്നാണ്. വളരെ രസകരമായ ഒരു കഥ പോലെയാണ് ഈ ഡേറ്റ്സ് നമ്മളിതിൽ പഠിക്കുന്നത്. എത്ര പേർക്ക് ഈ കോഡ് ക്ലിക്കാകുമെന്നറിയില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻസിൽ അറിയിക്കുക. ഈ ചാനലിൽ നമ്മൾ ഓൾറെഡി 2024ലെയും 2025ലെയും ഇമ്പോർട്ടൻറ്റ് ഡേയ്സും തീംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഏപ്രിൽ 1 ഒഡീഷ ഡേ ആണ്. ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ് ഏപ്രിൽ 2. ഏപ്രിൽ 4 ഇൻ്റർനാഷണൽ ഡേ ഓഫ് മൈൻ അവയർനെസ് ആണ്. അപ്പോൾ എന്താണ് ഏപ്രിൽ 4 എന്താണ്? ഇൻ്റർനാഷണൽ ഡേ ഓഫ് മൈൻ അവയർനെസ് ആണ്. ഇനി ഏപ്രിൽ 5 എന്താണെന്ന് അറിയോ? നാഷണൽ മരീടൈം ഡേ ആണ്. നാഷണൽ മരീടൈം ഡേ ആണ് ഏപ്രിൽ 5 എന്ന് പറയുന്നത്. ഏപ്രിൽ 6 എന്താണ്? ഇൻ്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ്. അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ് എന്നുള്ളതാണ് ഏപ്രിൽ 6ൻ്റെ പ്രത്യേകത. ഏപ്രിൽ 7 എന്തിനാണെന്ന് അറിയോ? വേൾഡ് ഹെൽത്ത് ഡേ ആണ്, ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 7 എന്താണ്? വേൾഡ് ഹെൽത്ത് ഡേ ആണ്. അതുപോലെ ഏപ്രിൽ 10 എന്ന് പറയുന്നത് വേൾഡ് ഹോമിയോപ്പതി ഡേ ആണ്. അപ്പോൾ ഏപ്രിൽ 10 എന്ന് പറയുന്നത് വേൾഡ് ഹോമിയോപ്പതി ഡേ ആണ്. ഏപ്രിൽ 11 പറയുന്നത് ലോക പാർക്കിൻസൺ ഡേയും വരുന്നുണ്ട്. അതുപോലെ നാഷണൽ സേഫ് മദർഹുഡ് ഡേയും കൂടെയാണ് ഏപ്രിൽ 11 എന്ന് പറയുന്നത്. അപ്പോൾ ഏപ്രിൽ 11 2 പ്രത്യേകതകൾ വരുന്നുണ്ട്. ഒന്ന് ലോക പാർക്കിൻസൺ ഡേയും വരുന്നുണ്ട്. പിന്നീട് എന്താണ്? നാഷണൽ സേഫ് മദർഹുഡ് ഡേയും വരുന്നുണ്ട്. ദെൻ ഏപ്രിൽ 13 എന്താണ്? ജാലിയൻ വാലാബാഗ് മാസക്കേർ ആണ്. അതായത് കൂട്ടക്കൊല, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഒരു ഡേറ്റാണ് ഏപ്രിൽ 13 എന്ന് പറയുന്നത്. ദെൻ ഏപ്രിൽ 14 എന്താണ്? വിഷു ആണ്. അതേപോലെ അംബേദ്കർ ജയന്തിയുമാണ് ഏപ്രിൽ 14. അതുപോലെ ഏപ്രിൽ 17 എന്ന് പറയുന്നത് വേൾഡ് ഹീമോഫീലിയ ഡേ ആണ്. അപ്പോൾ എന്താണ്? വേൾഡ് ഹീമോഫീലിയ ഡേ ആണ് ഏപ്രിൽ 17. അതുപോലെ ഏപ്രിൽ 18 എന്ന് പറയുമ്പോൾ വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. എന്താണ്? ഏപ്രിൽ 18 വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. അതുപോലെ ഏപ്രിൽ 19 വേൾഡ് ലിവർ ഡേ ആണ്. അപ്പോൾ എന്താണ്? വേൾഡ് ലിവർ ഡേ ആണ് ഏപ്രിൽ 19. ഏപ്രിൽ 21 എന്ന് പറയുന്നത് നാഷണൽ സിവിൽ സർവീസ് ഡേ ആണ്. അപ്പോൾ നാഷണൽ സിവിൽ സർവീസ് ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 21 ആണ്. ഏപ്രിൽ 22 ആണെങ്കിൽ വേൾഡ് എർത്ത് ഡേ ആണ്. അപ്പോൾ അതാണ് ഏപ്രിൽ 22 വേൾഡ് എർത്ത് ഡേ ആണ്. അപ്പോൾ ഏപ്രിൽ 23 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആണ് ഏപ്രിൽ 23. ദെൻ ഏപ്രിൽ 28 എന്ന് പറയുന്നത് വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക്. എന്താണ്? ഏപ്രിൽ 28 എന്താണ് ഉദ്ദേശിക്കുന്നത്? വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്കാണ്. അതുപോലെ ഏപ്രിൽ 29 ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ ആണ്. ഇപ്പോൾ ഏപ്രിൽ 29 എന്താണ്? ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ ആണ്. സോ ഇത്രയും 18ഓളം എന്താണ് ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കും. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് തീംസും കൂടെ നമ്മൾ പ്രധാനപ്പെട്ട എന്താണ് ഇതിൻ്റെ തീമെന്നുള്ളതും പിന്നെ ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതും കൂടെ നമ്മൾ ഇതിൽ പറയും. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു കഥ പറയാം. ഓക്കെ, കഥയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് എന്താണ്? എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. എവിടെയാണ്? ഒഡീഷയിൽ. അപ്പോൾ അതാണ് ഒഡീഷയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ 2ാമത്തെ വയസ്സിലാണ് അവന് ഓട്ടിസം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. എന്താണ്? അവൻ്റെ 2ാമത്തെ വയസ്സിൽ അവന് ഓട്ടിസം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ അവന് ഓട്ടിസം വരാൻ കാരണം എന്താണെന്നറിയോ? അവൻ്റെ വീടിനടുത്തായിട്ട് 4 മൈനിങ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. 4 സ്ഥലത്താണ് അവൻ്റെ വീടിൻ്റെ അടുത്ത് 4 സ്ഥലങ്ങളിലായിട്ടാണ് മൈനിങ് നടക്കുന്നത്. അതുകൊണ്ട് അവന് ഓട്ടിസം ഒക്കെ വരാൻ കാരണം. ഓക്കെ, അപ്പോൾ അവനിങ്ങനെ ഓട്ടിസം ഒക്കെ വന്നതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ്റെ 5ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? ഈ മരീടൈം, അതായത് കടൽ യാത്രകളൊക്കെ ചെയ്യാൻ അവനെ കൊണ്ടുപോയി. അതായത് കടൽ യാത്രയൊക്കെ ചെയ്യിക്കാനായിട്ട് എന്ത് ചെയ്തു? അവനെ കൊണ്ടുപോയി. 5ാമത്തെ വയസ്സ് ഫുൾ അവനെ കടൽ യാത്രയൊക്കെ ചെയ്യിപ്പിച്ച് അവനെ ഒന്ന് ചില്ലടിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. അതുപോലെ 6ാമത്തെ വയസ്സിൽ അവൻ എന്ത് ചെയ്തു? അവനെ സ്പോർട്സിലും കൂടെ ഉൾപ്പെടുത്തി. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? 5ാമത്തെ വയസ്സിൽ അവനെ കടൽയാത്രകളൊക്കെ ഇഷ്ടംപോലെ ചെയ്യിപ്പിച്ച് അവൻ്റെ മനസ്സൊക്കെ ഒന്ന് ചില്ലാക്കി. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അവനെ സ്പോർട്സിലും കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയി. അത്രയൊക്കെ ആയപ്പോഴത്തേക്കും അവൻ്റെ 7ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യുന്ന അറിയാമോ? അപ്പോൾ ഇത് 5, 6, 7 ആ ഒരു ഓർഡറിൽ വരുന്നുണ്ട്. അങ്ങനെ അവൻ്റെ 7ാമത്തെ വയസ്സിൽ അവൻ്റെ ഹെൽത്തൊക്കെ എന്ത് ചെയ്തു? ഒന്ന് ഓക്കെ ആയി വന്നു. അവൻ്റെ 7ാമത്തെ വയസ്സിൽ അവന് ഹെൽത്തൊക്കെ ഓക്കെ ആയി വന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഓക്കെ അവൻ്റെ ഹെൽത്തൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, നമുക്കിനി അവന് ഹോമിയോപ്പതി മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോമിയോപ്പതി മരുന്നിൽ HO എന്ന് പറയുന്നത് 10 എന്നുള്ളൊരു എന്താണ് ആ ഒരു ഇത് നമുക്ക് ഓർമ്മ വരത്തില്ലേ? HO ഹോമിയോ എന്നുള്ളതിന് 10. അത് നമുക്ക് എന്താണ് ഏപ്രിൽ 10 എന്നുള്ളതായിട്ട് നമുക്ക് സൂചിപ്പിക്കാം. ഏപ്രിൽ 10. ഇത്രയും വരെ പറഞ്ഞ കഥയൊന്ന് ഒന്നും കൂടെ നമുക്ക് ഓർത്ത് നോക്കാം. എന്താണ്? എനിക്ക് ഒഡീഷയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ 2ാമത്തെ വയസ്സിലാണ് അവന് ഓട്ടിസം ഉള്ളതായിട്ട് മനസ്സിലാവുന്നത്. അവന് ഓട്ടിസം വരാൻ കാരണം എന്താണ്? അവൻ്റെ വീടിനടുത്ത് 4 മൈനിങ് നടക്കുന്ന സ്ഥലമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ അവന് ബുദ്ധിമുട്ടൊക്കെ വന്നതുകൊണ്ട് അവൻ്റെ 5ാമത്തെ വയസ്സിൽ അവനെ എന്ത് ചെയ്തു? ഫുൾ കടൽയാത്രകളൊക്കെ ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവൻ്റെ 6ാമത്തെ വയസ്സിൽ അവനെ ഫുൾ സ്പോർട്സിലും ഉൾപ്പെടുത്തി. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും അവൻ്റെ 7ാമത്തെ വയസ്സിൽ അവൻ്റെ ആരോഗ്യം പതുക്കെ എന്ത് ചെയ്തു? വീണ്ടെടുക്കാൻ കഴിഞ്ഞു. 7ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? അവൻ്റെ ആരോഗ്യം പതുക്കെ വീണ്ടെടുക്കാൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, നമുക്കിനി ഹോമിയോപ്പതി മരുന്ന് കൊടുക്കാം.
ഹോമിയോപ്പതിയിൽ HO എന്നുള്ളത് നമുക്ക് 10 എന്നുള്ളതായിട്ട് നമുക്ക് സൂചിപ്പിക്കാമല്ലോ. ഏപ്രിൽ 10 വേൾഡ് ഹോമിയോപ്പതി ഡേ. ഓക്കെ, ഇതുകൊണ്ട് കഴിഞ്ഞില്ല അവൻ്റെ ബുദ്ധിമുട്ടുകൾ ഇനിയും വരികയാണ്. അപ്പോൾ ഇത്ര അവനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ 10ാമത്തെ വയസ്സിൽ അവന് ഹോമിയോപ്പതി മരുന്നൊക്കെ ഡോക്ടർ എന്ത് ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, തൊട്ടടുത്ത അവൻ്റെ 11ാമത്തെ വയസ്സിൽ അവൻ്റെ അമ്മയ്ക്ക് എന്താണ് പാർക്കിൻസൺ ഡിസീസ് വരികയാണ്. ഓക്കെ, അവൻ്റെ അമ്മയ്ക്ക് പാർക്കിൻസൺ ഡിസീസ് വരികയാണ് എന്നാണ് അവൻ്റെ 11ാമത്തെ വയസ്സിൽ. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ പോലും അവൻ ഈ 13ാം തീയതി ഏപ്രിൽ 13 അവൻ എങ്ങോട്ട് വരികയാണ്, ബാഗൊക്കെ തൂക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. എന്താണ്, ഏപ്രിൽ 13 അവൻ ബാഗൊക്കെ തൂക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. എന്തിനാണെന്നറിയാമോ, പിറ്റേ ദിവസം ഏപ്രിൽ 14 വിഷു അല്ലേ. അപ്പം വിഷു ആഘോഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവൻ അംബാസഡർ കാറിലാണ് വരുന്നത്. ഓക്കെ, വിഷു ആഘോഷിക്കാനായിട്ട് അവൻ ഏതിനകത്ത് വരുന്ന അംബാസഡർ കാറിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇത്രയും എന്താണ് അവൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്നെ പറ്റി പറയാലോ. എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ഹീമോഫീലിയ ആണെന്ന് കണ്ടുപിടിക്കുന്നത്. എന്താണ്, എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ഹീമോഫീലിയ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് എനിക്ക് പൈതൃകമായിട്ട് കിട്ടിയതാണെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. ഓക്കെ, ഇത് ഹെറിറ്റേജ് ആയിട്ട് എനിക്ക് കിട്ടിയതാണെന്നാണ് പറയുന്നത്. എൻ്റെ അസുഖമാണുള്ളത് ഹീമോഫീലിയ അസുഖം. 17ാമത്തെ വയസ്സിൽ എനിക്ക് വന്നു. അത് ഹെറിറ്റേജ് ആയിട്ട് പൈതൃകമായിട്ട് എനിക്ക് കിട്ടിയതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പം ഈ 19ാമത്തെ വയസ്സിൽ എൻ്റെ ലിവറും അടിച്ചു പോയി. എന്താണ്, എൻ്റെ 19ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ ലിവറും അടിച്ചു പോയി. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടും ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ ഞാൻ സിവിൽ സർവീസ് എഴുതിയെടുത്തു. എന്താണ്, 21ാമത്തെ വയസ്സിൽ ഞാൻ എന്ത് ചെയ്തു, സിവിൽ സർവീസും എഴുതിയെടുത്തു. അപ്പം ഈ സിവിൽ സർവീസ് ഞാൻ എന്തിനാണ് എഴുതിയെടുത്തതെന്ന് അറിയാമോ, എനിക്ക് ഈ ഭൂമിയൊക്കെ സംരക്ഷിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ, ഭൂമിയൊക്കെ സംരക്ഷിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു സിവിൽ സർവീസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെന്ന് അറിയാമോ, വളരെ കഷ്ടപ്പെട്ട് 23 ദിവസം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് അങ്ങ് പഠിച്ചെടുത്തു. എത്രയാണ്, 23 ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഞാനിങ്ങ് പഠിച്ചെടുത്തു. അപ്പം ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് സേഫാണ്. എനിക്ക് എവിടെ ചെന്നാലും എനിക്ക് ആ ഒരു ലാംഗ്വേജ് എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നുള്ളൊരു സേഫ്റ്റി എനിക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് അവനൊക്കെ ഉണ്ടെങ്കിലും അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് എന്തായാലും അവനെ ഒരു 29 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വിടത്തുള്ളൂ. ഏകദേശം ഒരു മാസം ഓർത്തിരിക്കുക, 29 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ അവനെ ഇവിടുന്ന് വിടത്തുള്ളൂ. സോ ഇതാണ് ആ ഒരു കഥയെന്ന് പറയുന്നത്. എത്രത്തോളം ഇത് നിങ്ങൾക്ക് ക്ലിക്കാവും എന്നറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് ഒരു ഡേറ്റെങ്കിലും നിങ്ങൾക്കൊന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ഒരു വിജയമാണ്. ഓക്കെ, അപ്പോൾ എന്താ കഥ, എനിക്ക് ഒഡീഷയിൽ ഒരു ഫ്രണ്ടുണ്ട്. അവൻ്റെ 2ാമത്തെ വയസ്സിലാണ് അവന് ഓട്ടിസം വരുന്നത്. ഓട്ടിസം വരാൻ കാരണം എന്താണ്, അവൻ്റെ വീടിനടുത്തായിട്ട് 4 മൈനിങ് പ്രോസസ്സുകളൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ 5ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു, അവനെ ഫുൾ കടൽയാത്രകളൊക്കെ ചെയ്യിപ്പിച്ചു. 6ാമത്തെ വയസ്സിൽ അവനെ ഫുൾ സ്പോർട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ചെയ്യിപ്പിച്ചു, സ്പോർട്സിലൊക്കെ അവനെ പങ്കെടുപ്പിച്ചു. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും അവൻ്റെ 7ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു, അവൻ്റെ ഹെൽത്ത് ഓക്കെ ആയി വന്നു. അങ്ങനെ ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ഹോമിയോപ്പതി മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ കൊണ്ട് അവൻ്റെ ആ ഒരു ദുരിതം ഒന്നും മാറിയില്ല. അപ്പോൾ അവന് 11 വയസ്സായപ്പോഴത്തേക്കും എന്ത് ചെയ്തു, അതിപ്പോൾ ഇതുവരെ നമ്മൾ 10 വയസ്സിൽ കാര്യം നമ്മൾ പറഞ്ഞു, ഹോമിയോപ്പതി കൊടുത്ത കാര്യം പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് 11ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യുന്നു, അവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ മദറിന് എന്ത് സംഭവിക്കുന്നു, പാർക്കിൻസൺ ഡിസീസ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഏപ്രിൽ 13 അവൻ എന്താണ് ബാഗൊക്കെ തൂക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. എന്തിനാണെന്നറിയോ, കാരണം തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 14 വിഷുവാണ്. അപ്പോൾ വിഷുവിന് അവർ ആഘോഷിക്കാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ഏത് വണ്ടിയിലാണ് വരുന്നത്, അംബാസഡർ കാറിലാണ് അവർ വിഷു ആഘോഷിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും അവൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം ബാക്കി ഇനി എൻ്റെ കാര്യം പറയാമല്ലോ. അപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് 17ാമത്തെ വയസ്സിലാണ് ഹീമോഫീലിയ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. എന്താണ്, 17ാമത്തെ വയസ്സിലാണ് ഹീമോഫീലിയ അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് 17ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഇതെനിക്ക് ഹെറിറ്റേജ് ആയിട്ട് പൈതൃകമായിട്ട് കിട്ടിയ ഡിസീസാണെന്നാണ് പറയുന്നത്. ആര് പറയുന്നത്, ഡോക്ടർമാരൊക്കെ പറയുന്നത്. അപ്പം 19ാമത്തെ വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ലിവറും അടിച്ചു പോയി. ഓക്കെ, 19ാമത്തെ വയസ്സായപ്പോഴത്തേക്കും എൻ്റെ ലിവറും ഒക്കെ അടിച്ചു പോയി. പക്ഷെ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടും ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സിവിൽ സർവീസ് ഞാൻ നേടിയെടുത്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സിവിൽ സർവീസ് എത്രാമത്തെ വയസ്സിലാണ്, 21ാമത്തെ വയസ്സിൽ ഞാൻ നേടിയെടുത്തു. എന്തിനാണ് എനിക്ക് സിവിൽ സർവീസിനോടുള്ള മോഹം എന്നറിയാമോ, എനിക്ക് ഈ എർത്തിനെ സംരക്ഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഈ എർത്തിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ എന്തിനു വേണ്ടിയിട്ട് തയ്യാറായത്, സിവിൽ സർവീസിന് വേണ്ടിയിട്ട് തയ്യാറായത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് 23 ദിവസം കൊണ്ട് തന്നെ എന്താണ് എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഞാൻ പഠിച്ചെടുത്തു. എന്താണ്, 23 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചെടുത്തു. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് സേഫായി. എൻ്റെ വർക്കിലൊക്കെ എന്താണ് ഞാൻ കുറച്ചും കൂടെ സേഫ്റ്റിയായി ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് അവനൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും എന്താണ്, അവൻ വീട്ടിലേക്ക് വരുവാണല്ലോ, എൻ്റെ വീട്ടിലേക്ക് അവൻ അമ്മയും കൊണ്ടുവരും, അവൻ്റെ മദറിനെയും കൊണ്ടുവരികയാണ്. സോ ആ ഒരു സമയത്ത് ഞങ്ങൾ എന്താണ് നന്നായിട്ട് അടിച്ച് പൊളിച്ച് ചില്ലായിട്ട് ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് ഒരു 29 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ ഞാൻ അവനെ ഇവിടുന്ന് വിടത്തുള്ളൂ. ഒരു 29, അതായത് ഒരു മാസം എന്നുള്ള ഒരു കണക്ക്, ഒരു 29 ദിവസം ഞാൻ കഴിഞ്ഞിട്ടേ അവനെ വിടത്തുള്ളൂ എന്നുള്ളൊരു ഇതും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റോറി പോലെയാണ്. ആ ഒരു സെൻസിൽ തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോറി മനസ്സിലാക്കിയിട്ട് വളരെ രസകരമായിട്ട് തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് മനസ്സിലുറപ്പിക്കുക.
ബാക്കി നിങ്ങൾക്ക് എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ തന്നെ ഇത് എന്തായാലും ഇത് വർക്കൗട്ട് ആവുമെന്ന് 100% ഉറപ്പാണ്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഏപ്രിൽ 1 നോക്കാം. ഏപ്രിൽ 1 എന്ന് പറയുന്നത് ഒഡീഷ ഡേ ആണ്. ഇതാണ് ഏപ്രിൽ 1 ഒഡീഷ ഡേ ആണ്. അതായത് ഒഡീഷ സംസ്ഥാനം രൂപം കൊണ്ടതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഒരു ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. ഇത് 1936 ഏപ്രിൽ 1-നാണ്. എന്താണ് 1936 ഏപ്രിൽ 1-നാണ് ഒഡീഷ സംസ്ഥാനം രൂപം കൊണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ടുള്ളത് ഏപ്രിൽ 2 ആണ്. ഇപ്പോൾ ഏപ്രിൽ 2 എന്ന് പറയുന്നത് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. എന്താണ് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ് ഏപ്രിൽ 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തീം എന്താണെന്ന് അറിയോ? അഡ്വാൻസിങ് ന്യൂറോ ഡൈവേഴ്സിറ്റി ആൻഡ് ദ UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഇപ്പോൾ എന്താണ് അഡ്വാൻസിങ് ന്യൂറോ ഡൈവേഴ്സിറ്റി ആൻഡ് ദ UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നതാണ് ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേയുടെ 2025 തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓട്ടിസം ബാധിച്ച വ്യക്തികൾക്ക് പ്രയോജനം ചെയ്യുന്നതും അതുപോലെ ആഗോള വികസനത്തിനായുള്ള UN ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ തക്കതായ രീതികളുടെയും നയങ്ങളുടെയും പ്രാധാന്യമാണ് ഈ ഒരു തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഓട്ടിസം ബാധിച്ച വ്യക്തികൾക്ക് പ്രയോജനം ചെയ്യുന്നതും ആഗോള വികസനത്തിനായുള്ള UN ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ തക്കതായ രീതികളുടെയും നയങ്ങളുടെയും പ്രാധാന്യമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇത് ഐക്യരാഷ്ട്രസഭയുടെ 2007 ഡിസംബർ 18 തീരുമാനപ്രകാരമാണ് ഈ ഏപ്രിൽ 2 ഇങ്ങനെ നമുക്ക് ആചരിക്കാം. എങ്ങനെ ആചരിക്കാം എന്ന് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കാം എന്നൊരു തീരുമാനം വന്നത്. എന്നാണ് ആ തീരുമാനം വന്നത്? ഐക്യരാഷ്ട്രസഭയുടെ 2007 ഡിസംബർ 18. ഇനിയുള്ളത് ഏപ്രിൽ 4 ആണ്. അപ്പോൾ ഏപ്രിൽ 4 നമ്മൾ ആചരിക്കുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ ഡേ ഓഫ് മൈൻ അവയർനെസ് എന്നുള്ള ഡേ ആയിട്ടാണ്. സോ ഇതിൻ്റെ ഒരു തീം സേഫ് ഫ്യൂച്ചേഴ്സ് സ്റ്റാർട്ട് ഹിയർ എന്നാണ്. എന്താണ് സേഫ് ഫ്യൂച്ചേഴ്സ് സ്റ്റാർട്ട് ഹിയർ എന്നാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2005 ഐക്യരാഷ്ട്രസഭ ഈ ഡേ ആചരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തത്. എന്നാണ് 2005 ഐക്യരാഷ്ട്രസഭ ഈ ഒരു ഡേ ആചരിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനമൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഏപ്രിൽ 5 നെക്സ്റ്റ് ആയിട്ടുള്ളത്. ഇത് നാഷണൽ മരീടൈം ഡേ ആണ്. അതായത് ദേശീയ സമുദ്ര ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് അവർ ഓഷ്യൻ അവർ ഒബ്ലിഗേഷൻ അവർ ഓപ്പർച്യൂണിറ്റി. എന്താണ് അവർ ഓഷ്യൻ അവർ ഒബ്ലിഗേഷൻ ആൻഡ് അവർ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് ഏപ്രിൽ 5 നാഷണൽ മരീടൈം ഡേ 2025 തീം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ 1919 ഏപ്രിൽ 5 എന്താണ് 1919 ഏപ്രിൽ 5 മുംബൈയിൽ നിന്നും ലണ്ടനിലേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള ആവിക്കപ്പലായ SL ലോയൽറ്റി ഏതായിരുന്നു? SL ലോയൽറ്റിയുടെ ചരിത്രപരമായ യാത്രയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പം എന്താണ് 1919 ഏപ്രിൽ 5 മുംബൈയിൽ നിന്നും ലണ്ടനിലേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള ആവിക്കപ്പലായ SL ലോയൽറ്റിയുടെ ചരിത്രപരമായ യാത്രയാണ് ഈ ഒരു നാഷണൽ മരീടൈം ഡേ ഏപ്രിൽ 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതിയാകും. നമുക്ക് വേണ്ടത് ഏപ്രിൽ 5 എന്താണ് ദിവസം? നാഷണൽ മരീടൈം ഡേ ആണ്. ഓക്കെ, അതിൻ്റെ തീം അവർ ഓഷ്യൻ അവർ ഒബ്ലിഗേഷൻ അവർ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മൈൻഡിൽ ക്ലിക്ക് ചെയ്ത് വെക്കേണ്ടത്. ഏപ്രിൽ 6 നെക്സ്റ്റ് ആയിട്ടുള്ളത്. അത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ്. എന്താണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ് എന്നുള്ളതാണ് ഏപ്രിൽ 6 പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് വികസനത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള കായിക വിനോദം എന്നാണ് ഇതിൻ്റെ മീനിങ്. എന്താണ് വികസനത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള കായിക വിനോദം എന്നതാണ് ഏപ്രിൽ 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 2013 ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. എന്നാണ് 2013 ഇത് ഐക്യരാഷ്ട്രസഭ ഈ ഒരു ദിനം ആചരിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തീം എന്താണ്? ഇതിൻ്റെ തീമാണ് ലെവലിംഗ് ദ പ്ലേയിങ് ഫീൽഡ് സ്പോർട്സ് ഫോർ സോഷ്യൽ ഇൻക്ലൂഷൻ. ഇപ്പോൾ ഇതിൻ്റെ തീം എന്താണ്? ലെവലിംഗ് ദ പ്ലേയിങ് ഫീൽഡ് സ്പോർട്ട് ഫോർ സോഷ്യൽ ഇൻക്ലൂഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് ഏപ്രിൽ 7. ഇപ്പോൾ ഏപ്രിൽ 7 പ്രത്യേകത എന്താണ്? വേൾഡ് ഹെൽത്ത് ഡേ ആണ്. എന്താണ് വേൾഡ് ഹെൽത്ത് ഡേ ആണ് ഏപ്രിൽ 7 എന്ന് പറയുന്നത്. ഇത് ശരിക്കും 1950 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഈ ഡേ ആചരിക്കാൻ തുടങ്ങിയത്. എന്നാണ് 1950 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെ ഒരു ഡേ ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിച്ചതും ഈ ഒരു ഡേറ്റിൽ തന്നെയാണ്. അതും എന്താണ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ തീം എന്താണ് പറയുന്നത്? ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ്. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ് ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ടുള്ള 2025 തീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് ഏപ്രിൽ 10. ഏപ്രിൽ 10 എന്ന് പറയുന്നത് വേൾഡ് ഹോമിയോപ്പതി ഡേ ആണ്. എന്താണ് വേൾഡ് ഹോമിയോപ്പതി ഡേ ആണ് ഏപ്രിൽ 10 എന്ന് പറയുന്നത്. ഇത് ഹോമിയോപ്പതിയുടെ പിതാവായിട്ടുള്ള ഡോക്ടർ സാമുവൽ ഹാനിമാൻ്റെ ജന്മദിനം കൂടിയാണ് ഈ ഏപ്രിൽ 10 എന്ന് പറയുന്നത്. ആരുടെയാണ്? ഹോമിയോപ്പതിയുടെ പിതാവായിട്ടുള്ള ഡോക്ടർ സാമുവൽ ഹാനിമായുടെ ജന്മദിനം കൂടിയാണ് ഏപ്രിൽ 10 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം 100 ദശലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു ചികിത്സ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ദിവസത്തിന് അതിൻ്റെ
അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയും പ്രാധാന്യവും ഒക്കെ ഉണ്ട്. ഓക്കെ, അതും കൂടെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ്, April 10 നമ്മൾ വേൾഡ് ഹോമിയോപ്പതി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇതിൻ്റെ പിതാവ് ആരാണ്? ഹോമിയോപ്പതിയുടെ പിതാവായിട്ടുള്ള ഡോക്ടർ സാമുവൽ ഹാനിമയുടെ ജന്മദിനം കൂടിയാണ് April 10 എന്ന് പറയുന്നത്. സോ ആ ഒരു സ്മരണയ്ക്കായിട്ടും കൂടെയാണ് നമ്മൾ April 10 എന്താണ് വേൾഡ് ഹോമിയോപ്പതി ഡേ ആയിട്ട് ആചരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ തീം എന്താണ്? അധ്യായൻ, അധ്യാപൻ, അനുസന്ധാൻ. എന്താണ്? അധ്യായൻ, അധ്യാപൻ, അനുസന്ധാൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, പ്രാക്ടീസ് ആൻഡ് റിസർച്ച്. എന്താണ്? എഡ്യൂക്കേഷൻ, പ്രാക്ടീസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന അധ്യായൻ, അധ്യാപൻ, അനുസന്ധാൻ എന്നുള്ളതാണ് April 10 വേൾഡ് ഹോമിയോപ്പതി ഡേ 2025 തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ April 11 ആണ്. അപ്പോൾ April 11 എന്ന് പറയുന്നത് വേൾഡ് പാർക്കിൻസൺസ് ഡേയുമാണ്, അതുപോലെ തന്നെ നാഷണൽ സേഫ് മദർഹുഡ് ഡേയുമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താണ് വേൾഡ് പാർക്കിൻസൺസ് ഡേ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പാർക്കിൻസൺസ് രോഗം വരുത്തുന്ന സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക ആഘാതം തിരിച്ചറിയാനും തുടർന്ന് ഈ രോഗം ബാധിച്ചയാളെ നമ്മൾ സ്വീകരിക്കാനും അതുപോലെ അവരെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അവബോധം എല്ലാവരിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ April 11 ലോക പാർക്കിൻസൺസ് ഡേ അല്ലെങ്കിൽ വേൾഡ് പാർക്കിൻസൺസ് ഡേ കൊണ്ട് നമ്മൾ ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പാർക്കിൻസൺസ് രോഗം വരുത്തുന്ന സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക ആഘാതം തിരിച്ചറിയാനും തുടർന്ന് ഈ രോഗം ബാധിച്ചവരെ എന്താണ് സ്വീകരിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു അവബോധം പബ്ലിക്കിന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ജെയിംസ് പാർക്കിൻസൺസ്, എന്താണ് ഒരു ഡോക്ടറിൻ്റെ പേരാണ്? ഡോക്ടർ ജെയിംസ് പാർക്കിൻസൺസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടാണ് ഈ ഒരു ഡേറ്റ് നമ്മൾ ആചരിക്കുന്നത്. ഇദ്ദേഹം ആരാണെന്ന് പറയാം. അപ്പോൾ ഇദ്ദേഹമാണ് പാർക്കിൻസൺസ് എന്ന് പറയുന്ന ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ, അതായത് പാർക്കിൻസണിസം എന്നാ പറയുന്ന ആ ഒരു മെഡിക്കൽ കണ്ടീഷനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ആരാണ്? ഡോക്ടർ ജെയിംസ് പാർക്കിൻസൺസ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ജന്മദിനം കൂടിയാണ് April 11 പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആൻ എസ്സേ ഓൺ ദ ഷേക്കിംഗ് പാൽസി എന്ന ലേഖനത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഏതാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം? ആൻ എസ്സേ ഓൺ ദ ഷേക്കിംഗ് പാൽസി. ഇനി നമുക്കതിനകത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ തീമാണ്. എന്താണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്? ഡ്രൈവിംഗ് ചേഞ്ച് ത്രോ കൊളാബറേഷൻ. ഇപ്പം എന്താണ്? ഡ്രൈവിംഗ് ചേഞ്ച് ത്രോ കൊളാബറേഷൻ എന്നുള്ളതാണ് എന്താണ് April 11 വേൾഡ് പാർക്കിൻസൺ ഡേയുടെ 2025 തീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? രണ്ടാമതായിട്ട് നമ്മൾ ആചരിക്കുന്ന ഏത് ദിനമായിട്ടാണ്? നാഷണൽ സേഫ് മദർഹുഡ് ഡേ. എന്താണ് നാഷണൽ സേഫ് മദർഹുഡ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് April 11 എന്ന് പറയുന്നത്. അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അപ്പം ഇത് ശരിക്കും ഈ ഒരു April 11 എന്ന് പറയുന്നത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് 1869 April 11 കസ്തൂർബ ഗാന്ധി ജനിക്കുന്നത്. അപ്പം എന്താണ്? 1869 April 11 കസ്തൂർബ ഗാന്ധി ജനിക്കുന്നത്. അപ്പം ഈ ഒരു കസ്തൂർബ ഗാന്ധിയുടെ ജനനം നമുക്ക് സേഫ് മദർഹുഡ് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ്? മുലയൂട്ടുന്ന അമ്മമാരുടെ മാതൃ ആരോഗ്യം, ആ ഒരു മാതാവിൻ്റെ പരിരക്ഷ എന്നിവയൊക്കെയാണ് മെയിനായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡേയിൽ. അപ്പം ഈ ഡേ എന്താണ് നമുക്ക് എന്തിനുള്ള അവബോധമാണ് തരുന്നത്? മുലയൂട്ടുന്ന അമ്മമാരുടെ ആരോഗ്യം, അതുപോലെ അവരുടെ പരിരക്ഷ എന്നിവയും, അതുപോലെ ഗർഭിണികളുടെയും എന്താണ് ആരോഗ്യം, അവരുടെ പരിരക്ഷയൊക്കെയാണ് ഈ ഒരു ഡേ കൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തീം എന്താണ് പറയുന്നത്? ഇക്വിറ്റി ഇൻ മെറ്റേണൽ ഹെൽത്ത് കെയർ, ലീവിങ് നോ മദർ ബിഹൈൻഡ്. അപ്പോൾ എന്താണ് തീം? എന്താണ്? ഇക്വിറ്റി ഇൻ മെറ്റേണൽ ഹെൽത്ത് കെയർ, ലീവിങ് നോ മദർ ബിഹൈൻഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡേ ആണ് April 13. April 13 നമ്മൾ ജാലിയൻ വാലാബാഗ് മാസക്കർ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രക്തരൂക്ഷിതമായ സംഭവമാണ് 1919 April 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. സോ ആ ഒരു സംഭവത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ April 13 ജാലിയൻ വാലാബാഗ് മാസക്കർ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി അടുത്ത ഡേ ആണ് April 14. April 14 നമ്മൾ അംബേദ്കർ ജയന്തി അല്ലെങ്കിൽ ഭീം ജയന്തി ആയിട്ടും അതുപോലെ വിഷു ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറിൻ്റെ ജന്മദിനമാണ് April 14 എന്ന് പറയുന്നത്. ഇദ്ദേഹം ജനിച്ചത് എന്താണ്? 1891. എന്താണ്? 1891 April 14 ഇദ്ദേഹം ജനിച്ചത്. സോ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ April 14 അംബേദ്കർ ജയന്തി നമ്മൾ ആഘോഷിക്കുന്നത്. ഭീം ജയന്തി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത April 14 വിഷു ആണ്. അപ്പോൾ വിഷു എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു കാർഷികോത്സവമാണ് വിഷു എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മലയാള മാസം മേടം 1 തീയതിയാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. എന്താണ് മലയാള മാസം മേടം 1 തീയതിയാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയോ? രാവും പകലും തുല്യമായൊരു ദിവസമാണ് വിഷു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? രാവും പകലും തുല്യമായ മേടം 1 ആണ് എന്ത് വിഷുവായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതെന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഒരു ഡേ ആണ് April 17 എന്ന് പറയുന്നത്.
ഏപ്രിൽ 17 നമ്മൾ വേൾഡ് ഹീമോഫീലിയ ഡേ ആയിട്ടാണ് ആചരിക്കുന്നതാണ്. വേൾഡ് ഹീമോഫീലിയ ഡേ ആയിട്ടാണ് നമ്മൾ ഏപ്രിൽ 17 നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തീം എന്താണ്? ആക്സസ് ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ് ബ്ലീഡ് ടു. അപ്പോൾ എന്താണ് ഇതിൻ്റെ തീം? എന്താണ്? ആക്സസ് ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ് ബ്ലീഡ് ടു എന്നാണ്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് പാരമ്പര്യമായി ലഭിക്കുന്ന ഒരു അപൂർവ രക്തസ്രാവ രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മികച്ച നിയന്ത്രണവും പ്രതിരോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട നയരൂപീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് WHF അല്ലെങ്കിൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് ഏപ്രിൽ 17 എന്ന് പറയുന്നത് നമ്മൾ വേൾഡ് ഹീമോഫീലിയ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇതെന്തിനാണ് ആചരിക്കുന്നതെന്ന് വെച്ചാൽ പാരമ്പര്യമായി ലഭിക്കുന്ന ഒരു അപൂർവ രക്തസ്രാവ രോഗമായിട്ടുള്ള ഹീമോഫീലിയയുടെ മികച്ച നിയന്ത്രണവും പ്രതിരോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട നയരൂപീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് WHF അല്ലെങ്കിൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയ എന്ന് പറഞ്ഞൊരു സംഘടന കൊണ്ടുവന്നതാണ് ഈ ഒരു ഡേ ആചരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ തീം എന്താണ്? ആക്സസ് ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ് ബ്ലീഡ് ടു. ഓക്കെ, ദ നെക്സ്റ്റ് വണ്ണാണ് ഏപ്രിൽ 18. ഏപ്രിൽ 18 നമ്മൾ വേൾഡ് ഹെറിറ്റേജ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നതാണ്. വേൾഡ് ഹെറിറ്റേജ് ഡേ ആയിട്ടാണ് നമ്മൾ ഏപ്രിൽ 18 ആചരിക്കുന്നത്. മറ്റൊരു പേരും ഇതിനുണ്ട്, ഇൻ്റർനാഷണൽ ഡേ ഫോർ മോണ്യുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ്. എന്താണ് ഇൻ്റർനാഷണൽ ഡേ ഫോർ മോണ്യുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് എന്നും അറിയപ്പെടുന്നത് ഏത് ഡേ ആണ്? വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. ഇത് എന്നാണ് നമ്മൾ ആചരിക്കുന്നത്? ഏപ്രിൽ 18. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ദിവസം സ്മാരകങ്ങളുടെയും പാരമ്പര്യ ഇടങ്ങളുടെയും അന്താരാഷ്ട്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്താണ് ഈ ദിവസം നമ്മൾ സ്മാരകങ്ങളുടെയും പാരമ്പര്യ ഇടങ്ങളുടെയും അന്താരാഷ്ട്ര ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ യുനെസ്കോയുടെ അംഗീകാരത്തോടു കൂടെയാണ് നമ്മൾ ഈ ഒരു ഡേ ആചരിക്കാൻ തുടങ്ങിയത്. ഏപ്രിൽ 18 വേൾഡ് ഹെറിറ്റേജ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് ആര് അംഗീകരിച്ചപ്പോഴാണ്? യുനെസ്കോ അംഗീകരിച്ചപ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ തീം എന്താണ്? ഈ ഏപ്രിൽ 18 വേൾഡ് ഹെറിറ്റേജ് ഡേ 2025 തീം എന്ന് പറയുന്നത് ഹെറിറ്റേജ് അണ്ടർ ത്രീറ്റ് ഫ്രം ഡിസാസ്റ്റേഴ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ്, പ്രിപ്പയർഡ്നെസ് ആൻഡ് ലേണിംഗ് ഫ്രം GEAD. അപ്പോൾ എന്താണ് ഇതിൻ്റെ തീം? എന്താണ്? ഹെറിറ്റേജ് അണ്ടർ ട്രീറ്റ് ഫ്രം ഡിസാസ്റ്റേഴ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ്, പ്രിപ്പയർഡ്നെസ് ആൻഡ് ലേണിംഗ് ഫ്രം 60 EADs ഓഫ് ഐക്കോമോസ് ആക്ഷൻസ് എന്നാണ്. ഓഫ് ഐക്കോമോസ് ആക്ഷൻസ്. അപ്പോൾ ഇതിൽ ഈ ഐക്കോമോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ മോണ്യുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ്. അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ മോണ്യുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സമിതിയാണ് ഐക്കോമോസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഇതിൻ്റെ തീം? എന്താണ്? ഹെറിറ്റേജ് അണ്ടർ ട്രീറ്റ് ഫ്രം ഡിസാസ്റ്റേഴ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ്, പ്രിപ്പയർഡ്നെസ് ആൻഡ് ലേണിംഗ് ഫ്രം 60 EADs. അപ്പോൾ എന്താണ് ഏപ്രിൽ 18 എന്ന് പറയുന്നത്? വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. ഇതിനെ മറ്റൊരു ഡേ ആയിട്ടും പറയുന്നതുകൊണ്ട് എന്താണ് ഇൻ്റർനാഷണൽ ഡേ ഫോർ മോണ്യുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് എന്നുമാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ഡേ ആണ് ഏപ്രിൽ 19 എന്ന് പറയുന്നത്. അത് നമ്മൾ വേൾഡ് ലിവർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. എന്താണ്? വേൾഡ് ലിവർ ഡേ ആയിട്ടാണ് നമ്മൾ ഏപ്രിൽ 19 ആചരിക്കുന്നത്. അപ്പോൾ ശരിക്കും ലിവർ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ ലിവർ ഡിസീസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുമുള്ളൊരു അവബോധം പബ്ലിക്കിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഏപ്രിൽ 19 വേൾഡ് ലിവർ ഡേ ആണ്. സോ ഇത് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലിവർ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ ലിവർ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനുമുള്ളൊരു അവബോധം പബ്ലിക്കിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് ഈസ് മെഡിസിൻ എന്നുള്ളതാണ്. എന്താണ്? ഫുഡ് ഈസ് മെഡിസിൻ എന്നുള്ളതാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് ഏപ്രിൽ 21. ഏപ്രിൽ 21 നമ്മൾ വേൾഡ് സിവിൽ സർവീസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. എന്താണ്? വേൾഡ് സിവിൽ സർവീസ് ഡേ ആയിട്ടാണ് നമ്മൾ ഏപ്രിൽ 21 ആചരിക്കുന്നത്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 1947 ഏപ്രിൽ 21 എന്താണ് 1947 ഏപ്രിൽ 21 ഡൽഹിയിലെ മെറ്റ്കാഫ് ഹൗസിൽ വെച്ച് സർദാർ വല്ലഭായ് പട്ടേൽ സിവിൽ സർവീസ് പ്രൊബേഷണർമാരുടെ ആദ്യ ബാച്ചിനെ അഭിസംബോധന ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻ്റാണ് നമ്മൾ ഏപ്രിൽ 21 വേൾഡ് സിവിൽ സർവീസ് ഡേ ആയിട്ട് ആചരിക്കാൻ കാരണമായത്. അപ്പോൾ എന്താണ് ഏപ്രിൽ 21 നമ്മൾ വേൾഡ് സിവിൽ സർവീസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത്? 1947 ഏപ്രിൽ 21 ഡൽഹിയിലെ മെറ്റ്കാഫ് ഹൗസിൽ വെച്ച് സർദാർ വല്ലഭായ് പട്ടേൽ സിവിൽ സർവീസ് പ്രൊബേഷണർമാരുടെ ആദ്യ ബാച്ചിനെ അഭിസംബോധന ചെയ്തതുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നെക്സ്റ്റ് ഒരു ഡേ ആണ് ഏപ്രിൽ 22 എന്ന് പറയുന്നത്. ഏപ്രിൽ 22 നമ്മൾ വേൾഡ് എർത്ത് ഡേ അല്ലെങ്കിൽ ലോക ഭൗമ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സോ നമ്മളിത് ആചരിക്കാനുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൂമിയുടെ സംരക്ഷണമാണ്. എന്താണ്? ഭൂമിയുടെ സംരക്ഷണം നമ്മൾ മുഖ്യ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഏപ്രിൽ 22 വേൾഡ് എർത്ത് ഡേ അല്ലെങ്കിൽ ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ചൊരു അവബോധം സൃഷ്ടിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ദിനം ആചരിക്കുന്നത്. സോ ഇതിൻ്റെ തീം എന്താണ്? അവർ പവർ അവർ പ്ലാനറ്റ്. ഇപ്പം എന്താണ്? അവർ പവർ അവർ പ്ലാനറ്റ് എന്നാണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഏപ്രിൽ 23 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആണ്. അപ്പോൾ എന്താണ്? ഏപ്രിൽ 23 എന്താണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 2010 മുതലാണ് എല്ലാ വർഷവും നമ്മളിത് ആചരിക്കാൻ തുടങ്ങിയത്.
തുടങ്ങിയത്. എന്താണ്? യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 2010 മുതലാണ് നമ്മൾ എല്ലാ വർഷവും ഇത് ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കുറേ ആയിട്ട് നമ്മൾ യുനെസ്കോ അതേപോലെ ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലേ. സോ ഇതൊക്കെ ഓൾറെഡി നമ്മുടെ ചാനൽ നമ്മൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ദെൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഏപ്രിൽ 23 ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 2010 മുതലാണ് എല്ലാ വർഷവും നമ്മളിത് ആചരിക്കാൻ തുടങ്ങിയത്. അപ്പം വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മദിനമാണ് എന്തെന്ന് പറയുന്നത് ഏപ്രിൽ 23. സോ അതും കൂടെ കൊണ്ടാണ് നമ്മളിത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആയിട്ട് നമ്മൾ ഇത് ആഘോഷിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഡേ ആണ് ഏപ്രിൽ 28 എന്ന് പറയുന്നത്. അപ്പോൾ ഏപ്രിൽ 28 നമ്മൾ വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് എന്നാണ് ആചരിക്കുന്നത്. എന്താണ്? ഏപ്രിൽ 28 എന്തൊരു ദിവസമാണ്? വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭ ആചരിക്കാൻ ആഹ്വാനം ചെയ്തതാണ് ഈ ദിനം. അപ്പോൾ എന്താണ്? ഐക്യരാഷ്ട്രസഭ തന്നെ എന്താണ് ഈ ദിനം ഇങ്ങനെ ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തതാണ്. സോ ജോലി സ്ഥലത്ത് നമുക്ക് സുരക്ഷിതത്വവും ആരോഗ്യകരവുമായ ഒരു സമീപനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡേ ഐക്യരാഷ്ട്രസഭ ആചരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തത്. എന്താണ്? ജോലി സ്ഥലത്ത് സുരക്ഷിതത്വവും ആരോഗ്യകരവുമായ സമീപനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഏപ്രിൽ 28 വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് എന്നൊരു ഡേ നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. സോ ഇതിൻ്റെ തീം എന്താണ്? റെവല്യൂഷനൈസിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ദി റോൾ ഓഫ് AI ആൻഡ് ഡിജിറ്റലൈസേഷൻ അറ്റ് വർക്ക്. അപ്പോൾ എന്താണ് അതിൻ്റെ തീം? എന്താണ്? റെവല്യൂഷനൈസിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ദ റോൾ ഓഫ് AI ആൻഡ് ഡിജിറ്റലൈസേഷൻ അറ്റ് വർക്ക്. ദ നെക്സ്റ്റ് വണ്ണാണ് ഏപ്രിൽ 29. അപ്പം ഏപ്രിൽ 29 നമ്മൾ ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. എന്താണ്? ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ ആയിട്ടാണ് നമ്മൾ ഏപ്രിൽ 29 നമ്മൾ ആചരിക്കുന്നത്. സോ ഇൻ്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡാൻസ് കൗൺസിലും ചേർന്നാണ് ഇങ്ങനെ ഒരു ഡേ ആചരിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഡാൻസ് യുണൈറ്റ്സ് ദ വേൾഡ് എന്നാണ്. അപ്പോൾ ഡാൻസ് യുണൈറ്റ്സ് ദ വേൾഡ് എന്നാണ് ഏപ്രിൽ 29 ഇൻ്റർനാഷണൽ ഡാൻസ് ഡേയുടെ ഒരു തീം. ഏത് 2025 തീം എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 2025 ഏപ്രിൽ മാസത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സും അതുപോലെ എന്താണ് അതിൻ്റെ തീംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് രസകരമായിട്ടുള്ളൊരു കഥയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ജസ്റ്റ് അത് വിട്ട് കളയുക. പിന്നെ എന്താണ് അതിൻ്റെ ആ ഒരു ടോപ്പിക്കും ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സോ അത് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, എന്തായാലും ഇത് കേരള PSC, SSC, CAS, UPSC എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഇത് വെറുതെ അങ്ങനെ വിട്ട് കളയരുത്, നന്നായിട്ട് എന്ത് ചെയ്യുക, അത് മെമ്മറൈസ് ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.